എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. കൊച്ചി താലൂക്ക് ആശുപത്രിക്കും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും യാസ്മിൻ ഫൗണ്ടേഷൻ ആദരവ് നൽകി. ദേശീയ അംഗീകാരം നേടിയ കൊച്ചി താലൂക്ക് ആശുപത്രിക്കും അതിനു വഴി തെളിയിച്ച ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫിനും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രസന്നകുമാരിക്കും യാസ്മിൻ ഫൗണ്ടേഷൻ ആദരവ് നൽകി. APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥമുള്ള ഭാരതീയ പുരസ്കാർ ജേതാവ് A സുമയ്യയ്ക്കും ആദരവ് നൽകി. SSLC പരീക്ഷയിൽ മികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്ക് പുരസ്കാരങ്ങളും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും സമ്മാനിച്ചു. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അക്ഷീകൃത രീതിയിലുള്ള സ്വകാര്യ ആശുപത്രികളിലെ മികച്ച രീതിയിലുള്ള വലിയ സേവനങ്ങൾ സർക്കാരിൻ്റെ വഴി നമുക്ക് കിട്ടുന്നു. ആശുപത്രികളിലെ രൂപവും ഭാവവുമായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതായി നമ്മുടെ ജനലാശുപത്രി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ക്യാൻസർ വാർഡ് മുഖ്യമന്ത്രിയാണ് 1 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ അവിടെ പോകുന്നുണ്ട്. നമ്മൾ ജനലാശുപത്രിയുടെ ക്യാൻസർ വാർഡ് പറയുമ്പോൾ അതിന് വലിയ താല്പര്യം കണ്ടു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഫൗണ്ടേഷൻ ചെയർമാൻ NKM ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളുണ്ട്. കൂടാതെ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ പരിപാടികളിലൂടെയാണ്. എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ IAS പുരസ്കാര സമർപ്പണവും KA അൻസിയ സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. വിദ്യാഭ്യാസ കാര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധ ചെലുത്തുന്ന NGOs ഫൗണ്ടേഷൻസും ഒക്കെ വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാൻ ജെന്യുവൻലി വിശ്വസിക്കുന്നത്, ഞാനതിനെ മുഴുവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന കാര്യം എഡ്യൂക്കേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഈക്വലൈസർ എന്നാണ്. നമ്മളെല്ലാവരും സമൂഹത്തിൽ നേരിടുന്ന സാമൂഹിക സാമ്പത്തിക പലതരം പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കെല്ലാം ഉള്ള ഒരേ ഉത്തരം കൗൺസിലർ M ഹബീബുള്ള, സിയാദ് ഹുസൈൻ, സേവ്യർ രാജു, MB മുഹമ്മദ് സക്കീർ, ലിജിയ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.